ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഇന്ന് നല്ല കാലാവസ്ഥയാണ്, വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ ആരംഭിക്കുകയാണ്. പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. സ്കൂളിലെത്തി. ഹെൽമെറ്റ് വെച്ചിട്ട് വന്ന് തലമുടിയെല്ലാം അങ്ങ് ചപ്പി. ഇത് എൻ്റെ തുറക്കാൻ വലിയ പാടാകും കൂട്ടുകാരെ. അപ്പം ഞാൻ ഈ കല്ലോ ചാത്തിയോ ഒക്കെ വെച്ച് ഇടിച്ചിട്ട് തുറക്കുന്നേ. പിന്നെ എന്താണ്, അതിനകത്ത് വെട്ടമില്ലാതായിട്ട് ചേച്ചി വന്നില്ല. ചേച്ചി ഇനി സ്കൂൾ ബസ്സിനെ എടുത്ത് ഞാനിങ്ങനെ പോരും. തുടങ്ങട്ടെ പണികൾ. കൂടെ തുറന്നിടാം. ഒരു മെഴുകുതിരി കണ്ടോ, നീല കളറിൽ നേരെ ഇരുന്നതാണ് കേട്ടോ. ഇത് ഈ അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ അവിടെ വെച്ചിരുന്നിട്ട് വളഞ്ഞു പോയി. പക്ഷെ അതിൻ്റെ കളറ് കണ്ടോ, നല്ല രസമാണ്. എനിക്ക് കളർ ഇത്തിരി ഇഷ്ടപ്പെട്ടു, നീല കളർ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇത്ര നീല കളറിൽ കേട്ടോ. ഒന്നാമത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീല. അപ്പോൾ നീല കളറിലെ മെഴുകുതിരി. അങ്ങനെ നമ്മൾ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് വൈകിട്ട് പിന്നെ ഏട്ടൻ വന്നപ്പം മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മീൻ കറി വെക്കുകയാണ്. നമ്മൾ മീൻ കറി വെച്ചു. ചെറിയ അയിലക്കൊഴുവായിരുന്നു കിട്ടാറ്. അപ്പം ഇച്ചിരി വലുത് ഞാൻ മുറിച്ചിട്ടു. പിന്നെ കുഞ്ഞായിട്ട് ഇതുപോലെ കുഞ്ഞായിട്ടുള്ളതൊക്കെ ഞാൻ മുറിക്കാതെ ഇങ്ങനെ ഇട്ടു. ഞാനത് ചാറ് കറി വെച്ചു. മുളക് കറി. പിന്നെ നമുക്ക് കുറച്ചെടുത്ത് വറുത്തു. എന്താ മോള് മോളുടെ വക കൊണ്ടുപോയി. പിന്നെ നമുക്ക് ചോറ്, ഞാൻ കഴുത്തിലും ചോറുണ്ട്. ഇത് നാളെ ഏട്ടന് കൊണ്ടുപോകാനുള്ള ചോറ്, ഇത് നമുക്ക് കഴിക്കാനുള്ള ചോറ്. ഇല്ല, ചിലന്തി വല അടിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ഏട്ടനാണ്, ഏട്ടന് ജോലിയില്ലായിരുന്നു മഴ കാരണം. അപ്പോൾ ഏട്ടനാണ് ചിലന്തി വല അടി. നമ്മുടെ പാത്രങ്ങളെല്ലാം ഒതുക്കി വെക്കാനുണ്ട്, എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുക. അങ്ങോട്ട് ഒതുക്കി വെക്കും, ഇങ്ങോട്ട് പിന്നെ വാരി എടുക്കും, പിന്നെ അത് തിരിച്ച് അങ്ങോട്ട് ചെല്ലത്തില്ല. അപ്പം അതല്ലാണ്ട് ഇനി ഒതുക്കാനായിട്ട് ഇനി അതിനൊരു ദിവസം നിൽക്കണം. അതേ പറ്റൂ. അതിന് വലിയ ചിലന്തി വലയൊന്നും ഇല്ല. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലന്തി വലയൊക്കെ അടിക്കുന്നതായതുകൊണ്ട്. അറിയില്ല. ഇപ്പുറത്തിരിക്കുന്നു, അതായത് ഒരുവിധം ആ കൊച്ചം കൊണ്ട് വെച്ചിരുന്നു. അതിന് താഴെ അങ്ങനെ വേണം പൊടിക്കൊച്ചിരിക്കുമ്പോഴെങ്ങാണ് അത് വീഴുമോ? അങ്ങനെ വലുതായിട്ട് ചിലന്തി വലയൊന്നും ഇല്ല. ഈ പാത്രമല്ല ഞാൻ ഒതുക്കി വെച്ചാൽ പിന്നെയും വാരി വലിച്ചേ കൊച്ചുങ്ങൾ. ഈ ഫോട്ടോ കൊണ്ടുവന്ന് ശരിയാക്കണം വെച്ചിട്ട് ആ ഫോട്ടോ ഞങ്ങൾ പന്നലായി തുടങ്ങി. കാറ്റ് വരും. അതൊക്കെ വെള്ളം ഇവിടോട്ടൊരു ആ കവറെങ്കിലും ഇവിടോട്ടൊന്ന് വെച്ച് കെട്ടിയായിരുന്നു, നല്ലതായിരുന്നു. ഇച്ചിരി പൊക്കത്തിൽ. ഇങ്ങനെ ഈ വെള്ളം ആവത്തില്ല, ഇറങ്ങുന്നുണ്ടെങ്കിൽ തെന്നി വീഴാതെ. ടുട്ടു കൂട്ടിപ്പോയി കിടക്കടി, ഓടി. ആ കൊച്ചു പൂച്ച ചെന്നങ്ങ് വലിയ പൂച്ചയോട് അങ്ങ് വഴക്കുണ്ടാക്കുക കൂട്ടുകാരെ. അപ്പം അവനെ വിളിച്ചിങ്ങനെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും കൊച്ചു പൂച്ചയെ കണ്ട് തിരിച്ചങ്ങ് പിന്നെ ആ വിറവിൻ്റെ കീഴിൽ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുക. വലിയ പൂച്ചയെ വന്ന് മേളിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകിട്ട്, ഇത് ഇന്നലത്തെ ആയിരുന്നേ, വൈകിട്ട് അത്താഴം കഴിക്കാമെന്ന് വിചാരിച്ചു. അത്താഴത്തിന് സാമ്പാറുണ്ടായിരുന്നു, ഉണക്കമീനുണ്ടായിരുന്നു, വാഴക്കയും വൻപയറും കൂടിയിട്ട് തോരൻ വെച്ചത്. പിന്നെ മോള് ജോലിക്ക് കൊണ്ടുപോകാനെ കൊണ്ട് ബീട്രൂട്ട് തോരൻ വെച്ചത്. ഏട്ടൻ പിന്നെ വൈകിട്ട് മുട്ടത്തോരൻ വെച്ചു. മോൻ പിന്നെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അപ്പോഴും കൂട്ടുകാരേ
നമ്മൾ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട് 2 ദിവസമായി. വീഡിയോ ഇടാനൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ സ്കൂളിൽ പോവാണ്. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? തലവെക്കാൻ ഇപ്പം ഇന്ന് 1-ാം തീയതിയാണ്. കർക്കിടക മാസം, രാമായണ മാസം 1-ാം തീയതിയായി. പിന്നെ വേറെ എന്താണ് സ്കൂളിൽ ഇന്ന്? പിന്നെ വേറെ എന്താണ് ഇങ്ങനെ വീട്ടിൽ ഓരോരോ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനോ ഒന്നും ഇല്ലായിരുന്നു കൂട്ടുകാരെ. അതാ പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. പിന്നെ ഇന്നലെ ഏട്ടന് ജോലിയില്ലായിരുന്നു. മഴ കാരണം ഉച്ചയായപ്പോഴത്തേനും പോരുന്നു. എനിക്കുണ്ടായിരുന്നു. നമുക്ക് പിന്നെ മഴയാണെങ്കിലും ഉണ്ടല്ലോ, സ്കൂളിന് അവധി വരുമ്പോഴല്ലോ ഉള്ളൂ നമുക്ക് ജോലി കാര്യം. അതുകൊണ്ട് നമുക്കുണ്ടായിരുന്നു. പിന്നെന്താണ്? നീ എവിടെ പോവാടി? ടുട്ടു കെട്ടിയിട്ടില്ല. അവളെൻ്റെ പുറകിന് വരിക കാണിക്കും. എടി, ഇത്രയും വെള്ളമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ആ തോട്ടിലിറങ്ങി നിനക്കൊന്ന് കുളിച്ചുകൂടെ? ഇങ്ങനെ എടുത്ത് ചൊറിയണോ? അവൾ തോട്ടിലിറങ്ങി കുളിക്കും കൂട്ടുകാരെ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് തോട്ടിൽ ചാടുന്നത്. അവളിറങ്ങി തോട്ടിലെടുത്ത് ചാടി കയറും, നീന്തി കയറും. നല്ല രസമാണ്. ഞാൻ ഇനി കൂട്ടുകാരെ അവളങ്ങനെ കുളിക്കുമ്പം കാണിക്കാം. പക്ഷേ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്താണ് അവൾ ചാടി കുളിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും അവളുടെ കുളിയും കഴിഞ്ഞ് കയറും. അതാണ് വിഷയം. പിന്നെ വേറെ എന്താണ്? ഇന്ന് ഏട്ടന് ജോലി ഇല്ലെങ്കിൽ വീട്ടിലോട്ടൊന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അയ്യോ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? ഇതുണ്ടോ കപ്പയ്ക്ക് ഇങ്ങനെ കെട്ടിയേക്കുന്നത്? കപ്പ ആരും പിഴുതുകൊണ്ട് പോകാതിരിക്കാനൊക്കെ ആയിരിക്കാം. എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണ് കിട്ടാതിരിക്കാനാണോ എന്നറിഞ്ഞുകൂടാ. ഇങ്ങനെ കൃഷികൾക്കൊക്കെ ഇങ്ങനെ കെട്ടിയിരുന്ന് കാണാം. ഈ എൻ്റെ വണ്ടി ഒന്ന് കഴുകണമെന്ന് വിചാരിച്ച് പറ്റിയില്ല. കാല് കഴിയതാ കൂട്ടുകാർ. ആ ചെറിയൊരു ചാലുണ്ടല്ലോ, ആ ചാലിലിറങ്ങി ചള്ളയാ. അങ്ങനെ നമ്മൾ കണ്ടെത്തി നിന്ന് കരയിൽ കയറി. താമസിച്ച് 8:20, 8:30 ആകുമ്പോഴത്തേക്ക് വണ്ടി വരും, സ്കൂൾ ബസ് വരും. അപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് ചെല്ലണം, ചേച്ചിയുടെ അടുത്ത് ചെല്ലണം. നമുക്കിതിലാണെങ്കിൽ അങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ വിറവിറക്കാൻ പോകുന്നിടത്തെ കുളമില്ലേ, ആ കുളത്തിൻ്റെ അവിടെ അങ്ങോട്ട് മേപ്പോട്ട് കയറി. പക്ഷെ നമുക്ക് ഈ വയലിൽ കൂടെ വണ്ടി പറ്റാത്തത് കൊണ്ടല്ലേ. അല്ലെ കുളത്തിൻ്റെ അവിടെ നമുക്ക് വണ്ടി വെച്ചിരുന്നാലും നമുക്ക് ഇച്ചിരി ദൂരം മതി അങ്ങോട്ട് പോകാൻ. ഒരു 1 മീറ്ററിന് 1 കിലോമീറ്റർ ദൂരമൊന്നും ഇല്ല അന്നേരം. ഇതിപ്പം നമ്മൾ 2-3 കിലോമീറ്ററോളം, 2 കിലോമീറ്റർ 2-ന് മേളിൽ വരുമെങ്കിലേ ഉള്ളൂ. നമ്മൾ ചുറ്റി വേണം നമ്മളിനി ചേച്ചിയുടെ അടുത്ത് എല്ലാനായിട്ട്. വളഞ്ഞു വന്ന് മൂക്കേ തൊടുകയെന്ന് പറയില്ലേ, ആ ഒരവസ്ഥ. ചേച്ചിയുടെ ഒക്കെ വീടിൻ്റെ മേളിലാണ് നമ്മൾ കുടുംബശ്രീ കൂടാൻ പോകുന്നത്. അപ്പം ഞാൻ വണ്ടി ഇല്ലാത്തപ്പോഴൊക്കെ ഈ വയൽ വഴി ഞാൻ അങ്ങ് അപ്പുറത്ത് കയറി അങ്ങോട്ട് പോകുന്നത്. കുളത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, വണ്ടി നമുക്ക് ആ കുളത്തിൻ്റെ അവിടെ വെക്കാൻ പറ്റത്തില്ല കൂട്ടുകാരെ. അതാണ് സിറ്റുവേഷന്. വണ്ടി അവിടെ വെച്ചിരുന്ന ആ വണ്ടി ഇവിടെ സേഫല്ല. ഇവിടെയും നമുക്ക് അത്ര ഇതല്ല. എന്നാലും നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾ വല്ലവരുടെ വീട്ടിൽ എത്ര നേരിൽ കൊണ്ടുവെക്കുന്ന കൂട്ടുകാരെ. നമ്മുടെ ഒരാവശ്യത്തിന് നമുക്ക് പിന്നെ ഒന്ന് രാവിലെ പോകണം, അല്ലെ രാത്രിയിലൊരാവശ്യം വന്നാൽ പോകണം. അപ്പം നമ്മൾ മറ്റൊരാളുടെ വീട്ടിൽ വെച്ച് ചിലപ്പോൾ അവർ ഗേറ്റൊക്കെ പൂട്ടുന്നവരാണെങ്കിലും അല്ലെ മറ്റൊരാളുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അല്ലേ. അത് കാരണമാണ് നമ്മൾ അങ്ങനെ ആരുടെയും വീട്ടുകളിൽ കൊണ്ടുവെക്കാത്തത്. അതിനെക്കാട്ടി നല്ലത് നമുക്കിത് തന്നെ. വീടുകളിൽ കൊണ്ടുവച്ചാൽ നമ്മൾ പിന്നെയും നടന്നു പോകണം അത്രയും ദൂരം. എന്ത് ചെയ്യാനാ, നമുക്ക് വഴിയില്ലാത്തതാണ് ഒരു വലിയ പ്രശ്നം.
നേരത്തെ നമുക്ക് വസ്തു മേടിക്കുന്ന സമയത്തൊന്നും നമുക്കിതങ്ങനെ വലിയ പ്രതീക്ഷ, നമുക്കങ്ങനെ ചിന്തയില്ലല്ലോ, നമുക്കങ്ങനെ ഇത്രയും വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മളിങ്ങനെ വണ്ടി മേടിക്കുമെന്നോ വണ്ടി യാത്ര ചെയ്യുമെന്നോ ഒന്നും നമുക്കറിയില്ല. അന്ന് പിള്ളേരും ഞാനും നമുക്കത്ര അറിവും ഇല്ലല്ലോ. നമ്മൾ 2004 ഇവിടെ വയൽ മേടിക്കുന്നത്, സുനാമിയുടെ സമയത്ത്. അപ്പോഴാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വസ്തുവാണ്. അപ്പോൾ പഞ്ചായത്തിൽ നമുക്ക് പൈസ അനുവദിക്കുന്നത്, നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ സുനാമി വന്ന കാരണത്താൽ നമുക്ക് ഇച്ചിരി താമസമൊക്കെ ഒന്ന് പൈസ കിട്ടാൻ. അക്കരെ മലയെ വെടിവെച്ച് കേൾക്കുന്ന കേട്ടോ. അങ്ങനെ വന്ന് വാങ്ങിച്ചാൽ നമുക്ക് ഇന്ന് ഇത്രയും ഒരു തിരിച്ച് ചിന്തിക്കാനും എടുക്കാനും ഒക്കെ നമുക്ക് അന്നേരം അറിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരുവിധം വണ്ടി മുറ്റത്ത് കയറുന്നിടത്തേ നമ്മൾ സ്ഥലം കണ്ടെത്തത്തുള്ളായിരുന്നു. അന്ന് നമ്മൾ അത്രയും ചിന്തിച്ചില്ല. അന്ന് നമ്മൾ ഇതുങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയൊരു കൂര വെച്ച് കിടന്നാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയിലായിരുന്നു നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. അന്നേരം അതുകൊണ്ട് നമ്മൾ വഴിയോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. അത് തന്നെയല്ല, നമ്മൾ അത്രയും വീണ്ടും വിചാരം വന്നില്ല, ചിന്തിച്ചില്ല. അതാണ് സത്യം. അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഓർത്തില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് സേഫ് ആകുക എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. ഓടി വീട്ടില്ല എത്തിയിട്ടില്ല. ഞാൻ പോട്ടെ കൂട്ടുകാരെ, ബാക്കി വിശേഷങ്ങളെ പിന്നെ പറയാം. അങ്ങനെ രാവിലെ സ്കൂളിൻ്റെ അവിടോട്ട് ചെന്നപ്പോൾ കൂട്ടുകാർ അതിലേക്കൂടെ ഒരു മയിൽ പോകുന്ന കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചെന്ന കൂട്ടുകാരെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ പിടിച്ചു. ഒരു ഏട്ടത്തിൻ്റെ അവിടെ നിന്നാണ് വീഡിയോ പിടിച്ചത് കേട്ടോ. സ്കൂളിലെത്തി. ഞാൻ ആദ്യം ഇവിടെ വന്നായിരുന്നു കൂട്ടുകാരെ കേട്ടോ. പാല് മേടിച്ചില്ല, പിന്നെ പാല് മേടിക്കാൻ തിരിച്ചു പോയി. അപ്പോൾ കുറച്ച് സാധനം അകത്തോട്ട് വെച്ചിട്ടാണ് പോയത്. നമ്മൾ ടീച്ചർമാർക്ക് ചായ കൊടുക്കും. അപ്പം അതിന് പാല് വിളിക്കാൻ ഞാനങ്ങ് മറന്നു. ഒന്നുകൂടെ ഓടേണ്ട അവസ്ഥ വന്നു. ചെരുപ്പ് ഇട്ടുകൊണ്ട് വരുന്നത് പിന്നെ വിട്ടുന്നില്ല. വേറെ ഇവിടെ അകത്ത് വേറെ ചെരുപ്പാണ് ഇടുന്നത്. പിന്നെ വേറെ എന്താണ്, ഭയങ്കര ഇരുട്ടാ കേട്ടോ. വെട്ടമില്ല, എല്ലൊക്കെ തുറന്ന് വരുമ്പോഴേ വെട്ടമുള്ളൂ. അത് തുറക്കാൻ ഭയങ്കര പാടാ. നമ്മുടെ ആയുധം ഇവിടെ. ഇച്ചിരി പ്രയാസമാണ് തുറക്കാൻ. കണ്ണാടി പിന്നെ തുടങ്ങട്ടെ പരിപാടികൾ. കണ്ട എല്ലാം കഴുകി വെച്ചിട്ടൊക്കെ പോകുന്നത്. അടുക്കളയെല്ലാം തറയെല്ലാം കഴുകിയിട്ട് എല്ലാം കഴുകി പറക്കി വെച്ച് ആയിട്ട് പോകും. നീ തുടങ്ങട്ടെ. അങ്ങനെ ഇന്നാണെങ്കിൽ ചേച്ചി നമുക്കിന്ന് നേരത്തെ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നവിടെ ഇരുന്ന് രണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ പിടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പോരാൻ നേരമായപ്പോൾ ഞാൻ ഇങ്ങനെ സ്കൂൾ ബസ്സൊക്കെ അങ്ങോട്ട് വരുന്നതും ഇങ്ങോട്ട് വരുന്നതും ഒക്കെ ആയിട്ടൊക്കെ വീഡിയോ പിടിക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇവിടെ അടുത്തോട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് എൻ്റെ ഏട്ടൻ കാണിച്ചു കണ്ടോ, നമ്മുടെ നീല വീടാക്കി കൂട്ടുകാരി. ഇഷ്ടമാണ് കണ്ടോ, നമ്മുടെ വീടെല്ലാം നീല വീടാ കൂട്ടുകാരി. എനിക്ക് കളർ അടിച്ച് നീല കളർ. അപ്പോൾ ഇങ്ങനെ അടിച്ച് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അടുങ്ങുന്ന പെയിൻ്റ് അടിച്ചപ്പോൾ. കൂട്ടുകാരെ ഞാൻ അന്ന് പറഞ്ഞു കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് ഇറങ്ങി വന്നാ മോനെ. അവനിപ്പോൾ അപ്പോഴേ ചിരിച്ച് ചാടി കയറിപ്പോയി എൻ്റെ ഫോണ് കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ നല്ല രസമായി.